ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നല്ല മഴയാട്ടോ. ഒരു ബിരിയാണി ഉണ്ടാക്കാം. അതിനായി ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ, 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളൊരു സിമ്പിൾ ബിരിയാണിയാട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ച് ഒരു സിമ്പിൾ ബിരിയാണിയാട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 6 സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള ഒരു ഹാഫ് വേവാവുന്നത് വരെ വഴറ്റിയെടുക്കാം. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ക്യാരറ്റ് ഒന്നും തന്നെ ഇതിൽ ഇടുന്നില്ല. എങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 5 തക്കാളി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. തക്കാളി കുറച്ച് വേവുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ശേഷം 5 പച്ചമുളക് നടുകീറി ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് മസാല ഒരു ഹാഫ് വേവാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാട്ടോ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോഴേ ഇനിയൊരു വീഡിയോയുമായി വരുമ്പോൾ എനിക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മസാല നല്ലോണം വേവുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വേവിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞ് പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇതുപോലെ വെന്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് 2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം. ശേഷം 1.5 സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 1 ലഗോൺ ചിക്കൻ ആട്ടോ. അടുത്തതായി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് പുതിനയില, മല്ലിയില ചെറുതായി അരിഞ്ഞത് 1 പിടി ഇട്ട് കൊടുക്കാം. ശേഷം കുക്കർ അടച്ച് വെച്ച് 6 വിസിൽ വരുന്നത് വരെ വേവിക്കാം. നമ്മൾ മസാല റെഡിയാക്കുന്നതിന് മുമ്പ് അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഏലക്കായ 6 എണ്ണം, ഗ്രാമ്പു 6 എണ്ണം, പട്ട 2 കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളത്തിലേക്ക്. ഇനി ഇതിലേക്ക് ഒരു 3 നാഴി ബിരിയാണി അരി ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് അടി ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ അങ്ങനെ ദമ്മായിട്ട് പിടിച്ച് കിടക്കും. അപ്പോൾ ഇട്ട പാടേനെ അരി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഊറ്റാം. അരി ഊറ്റി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മസാല ഇവിടെ വെന്തിട്ടുണ്ട്. അടുത്തതായിട്ട് ദമ്മിടാൻ നമുക്ക് ഒരു പോട്ടിലേക്ക് മസാല മാറ്റാം. പിന്നെ ഇതൊരു വൈറ്റ് ബിരിയാണിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾ ഒന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ മസാല പോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം മുകളിൽ പുതിനയില, മല്ലിയില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചോറ് ഇട്ട് കൊടുക്കാം. വീണ്ടും മല്ലിയില, പുതിനയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചോറിൻ്റെ മുകൾ ഭാഗം മല്ലിയിലയും ചോറും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അമർത്തി വെച്ച്
മൂടി വെച്ച് ദമ്മിലിടാം. ഒരു 15 മിനിറ്റ് ദം ചെയ്തതിന് ശേഷം തുറന്നു നോക്കാം. ഇനി ആദ്യം നമുക്ക് മുകളിലത്തെ ചോറെടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മസാല നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 സ്പൂൺ ഗരം മസാലയും മാറ്റിവെച്ച ചോറും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഗരം മസാല ദം ചെയ്യുമ്പോൾ ഇട്ട് കൊടുത്താലും മതി കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.